ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രാവലിങ്ങിലാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് അൺപ്രൊഫഷണലായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എന്നാലും വാർത്തകൾക്കാണല്ലോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാർത്തകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ത്യ അതിശക്തമായിട്ട് തന്നെ പാകിസ്ഥാനെ തിരിച്ചടിച്ചിരിക്കുകയാണ്. തിരിച്ചടിച്ചതിലെല്ലാം തന്നെ പൊതുജനങ്ങളെ ഒന്നും ടാർഗറ്റ് ചെയ്തിട്ടില്ല, അതേപോലെ പാകിസ്ഥാൻ്റെ മിലിറ്ററി ബേസുകളെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല. അതിലുപരിയായിട്ട് വളരെ വ്യക്തമായിട്ട് മുസഫറാബാദിൽ ഒരു അറ്റാക്ക്, കൊട്ട്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, പിന്നെ ഗുൽപൂർ, അതുപോലെ സിയാൽകോട്ട്, പിന്നെ ചക്കമറ, അതേപോലെ മുർഡിക്കെ, പിന്നെ ബാവൽപൂരിൽ 2 സ്ഥലങ്ങൾ, പിന്നെ ഭിംബർ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇത്രയും സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ ഇന്ത്യ ആക്രമണം തുടർന്നത്. അപ്പം ഇതിനകത്ത് പാകിസ്ഥാൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ റഫാൽ ഫൈറ്റർ ജെറ്റിനെ അടിച്ചു വീഴ്ത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് അത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. അതിലുപരിയായിട്ട് അവർ കാണിക്കുന്ന ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാലാക്കോട്ടിൽ പണ്ട് നടത്തിയ ആക്രമണത്തിൽ നമ്മളുടെ ഒരു മിഗ് വിമാനം തകർന്ന് വീണ് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്ത സമയത്ത് ആ വീഡിയോകളെല്ലാം തന്നെ അവരിപ്പോഴത്തേക്കും കുത്തിപ്പൊക്കി എടുത്ത് റീക്രിയേറ്റ് ചെയ്ത് ഇന്ത്യയുടെ വിമാനം ആക്രമിക്കപ്പെട്ട് തകർന്നു വീണതായിട്ടുള്ള ചില ഫേക്ക് നറേറ്റീവ്സ് ഒക്കെ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ്റെ ജനങ്ങളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഇറക്കുന്ന ചില ഉടായ്പ് വീഡിയോകളാണ്. ആ രീതിയിലുള്ള വീഡിയോയാണ് ഇപ്പം അവർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അവർ ആക്രമിച്ച സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് മർക്കസ് സുബാനല്ല, ബാവൽപൂരിലുള്ള ജയ്ഷിൻ്റെ സെറ്റപ്പാണത്, തീവ്രവാദ സെറ്റപ്പാണത്. മർക്കസ് തൈബ എന്ന് പറഞ്ഞാൽ ഈ മുരിഡ്കെ എന്ന് പറഞ്ഞ ആ ഒരു ലഷ്കറിൻ്റെ സെറ്റപ്പാണിത്. ലഷ്കറിൻ്റെ തീവ്രവാദ സെറ്റപ്പാണ് ഈ ഒരു സ്ഥലം. സർജാൽ തെഹ്റ ഖലാൻ, ഇതും ജയ്ഷിൻ്റെ തീവ്രവാദ സെറ്റപ്പാണ്. അതുപോലെ മെഹ്മൂന ജോയ സിയാൽകോട്ട്, ഈ മെഹ്മൂന ജോയ സിയാൽകോട്ടിലുള്ളത് ഹിസ്ബുളിൻ്റെ സെറ്റപ്പാണ്, തീവ്രവാദ സെറ്റപ്പാണ്. അപ്പോൾ ഈ 4 സ്ഥലങ്ങൾ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലുപരിയായിട്ട് അടുത്ത സ്ഥലങ്ങളും കൂടി വരുന്നുണ്ട്. മർക്കസ് അഹ്ലെ ഹദീസ് എന്ന് പറഞ്ഞ ഈ സ്ഥലം ലഷ്കർ ഭീകരരുടെ ഒളിത്താവളം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ടാർഗറ്റ് ചെയ്ത് ഇന്ത്യ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പാകിസ്ഥാൻ്റെ നല്ല രീതിയിലുള്ള നാണക്കേടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ ഈ ഒരു അറ്റാക്ക് മാത്രം ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. പക്ഷേ ഇന്ത്യ ചെയ്തതെല്ലാം തന്നെ ഈ ഒരു ഭീകരവാദികൾക്കെതിരെയുള്ള ആക്രമണമായിട്ട് വളരെ വ്യക്തമായിട്ട് പ്രിസൈസ് ആയിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ് മേഖലയിലൂടെ അവർ ഇന്ത്യക്കുള്ളിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ അതുപോലെ തന്നെ തിരിച്ചടി നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഈ പഞ്ചാബ് പ്രൊവിൻസ് വഴി എന്തിനാണ് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഖാലിസ്ഥാനികളുമായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടും. ആ രീതിയിൽ ഇന്ത്യയെ കുറച്ച് ചെറുക്കാൻ പറ്റുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതിലുപരിയായിട്ട് പാകിസ്ഥാൻ്റെ മിലിറ്ററിക്ക് സ്ട്രെങ്ത് ഉള്ളത് പഞ്ചാബിലാണ്. ബാക്കിയുള്ള ഒരു പ്രൊവിൻസുകളിലും അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടത്തില്ല. കാരണം പാകിസ്ഥാൻ്റെ ആർമി തന്നെ വീക്കർ പൊസിഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ അവർക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന പഞ്ചാബിലൂടെ തന്നെ അവർ മുന്നോട്ട് വരാൻ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തും. കാരണം അവർക്ക് നാണക്കേടാണ്. അങ്ങനെ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ആർമിയെ പാകിസ്ഥാൻ്റെ ജനങ്ങൾ എന്തായാലും വെച്ച് ഉറപ്പിക്കില്ല. ആ രീതിയിലുള്ള നാണക്കേടാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതാണ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് പോയ കംപ്ലീറ്റ് ഭടന്മാരും ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുത്ത എല്ലാ ഭടന്മാരും നമുക്ക് ജീവനോടെ തന്നെ തിരിച്ചു വന്നു. ഒരു വിമാനങ്ങൾ പോലും അവിടെ പൊട്ടിത്തെറിച്ചോ ഒരു വിമാനങ്ങൾ പോലും നമ്മൾ റിറ്റാലിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു വിമാനങ്ങളും തന്നെ ഒരു നഷ്ടവും നമുക്കുണ്ടായിട്ടില്ല. വളരെ സേഫായിട്ട് തന്നെ ഇന്ത്യൻസ് എല്ലാം തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് പ്രൈം മിനിസ്റ്റർ മോദി ഈ ഒരു ഓപ്പറേഷൻ ഫുൾ ടൈം ഇന്നലെ രാത്രി ഇരുന്ന് ഒബ്സർവ് ചെയ്യുമായിരുന്നു എന്നും കൂടി വാർത്ത വരുന്നുണ്ട്. കരുതിക്കുട്ടി വളരെ പ്രിസൈസ് ആയിട്ട് വളരെ എക്സാക്റ്റ് ഉള്ള പാകിസ്ഥാൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിലിറ്ററി പോസ്റ്റിന് പോലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള നിലയിലേക്കുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അവർ പുറത്തിറക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. തുർക്കി പ്രധാനമായിട്ടും ഇന്ത്യക്കെതിരെയുള്ള നടപടികളിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ യമനിൽ നടത്തിയ ആക്രമണം, ഈ ആക്രമണത്തിൽ സംഭവിച്ചത് തുർക്കിയുടെ 2 വെസൽസ് യമൻ പോർട്ടിൽ വെച്ചിട്ട് ഇസ്രായേൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും വമ്പൻ തിരിച്ചടിയാണ് തുർക്കിക്കെതിരെ ഇസ്രായേൽ നടത്തിയത്. ഇത് ഇന്ത്യക്ക് സഹായകരമാകുന്ന രീതിയിൽ കൂടിയാണ് ഈ ഒരു ആക്രമണത്തിനെ നോക്കിക്കാണുന്നത് ഇന്ത്യ.
കാരണം ഇന്ത്യയിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാനികൾക്ക് ഏറ്റവും കൂടുതൽ ആയുധം സപ്ലൈ ചെയ്യുന്നതും അതിലുപരിയായിട്ട് തുർക്കി കാണിച്ച ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കറാച്ചി തുറമുഖത്തിൽ GPS ജാമർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പോർട്ട് വരെയുള്ള എഫക്റ്റീവായിട്ടുള്ള റഡാർ സിഗ്നലുകൾ ജാം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ. ആരാണ്? തുർക്കി പാകിസ്ഥാനുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൻ്റെ പേരിലാണ് ഈ ഒരു എക്സസൈസ്, നേവൽ എക്സസൈസ് നടത്തുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി അല്ല. പൊതുവേ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധമുഖത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു രാജ്യങ്ങളും തന്നെ ആരെടുത്തും പോയിട്ട് ഈ ഒരു നേവൽ എക്സസൈസ് ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. കാരണം എന്തിനാണ് ഒരു ബ്ലെയിം ചുമക്കുന്നത് എന്നുള്ള നിലയിൽ അതിൽ നിന്നും ഒഴിവാകുന്നതാണ് പതിവ്. പക്ഷേ തുർക്കി ആ പരിപാടിയല്ല ചെയ്തത്. തുർക്കി ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പാകിസ്ഥാനെ ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. ഹെൽപ്പ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ത്രെട്ടാണ്, ഇന്ത്യക്ക് ഒരു ഭീഷണി എന്നുള്ള നിലയിൽ തന്നെയാണ് തുർക്കി പ്രവർത്തിച്ചിരിക്കുന്നത്. തുർക്കിയുടെ 2 ലോഡഡ് വെസൽസ് ആണ് യമന്റെ പോർട്ടിൽ കത്തി അമർന്നത്. ഇസ്രായേലാണ് ഇത് നടപ്പിലാക്കിയത്. ഇനി ഇന്ത്യക്ക് സപ്പോർട്ടുമായിട്ട് വരുന്ന രാജ്യങ്ങളുടെ നിലപാട് നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനാണ്. ജപ്പാൻ കട്ടക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കുന്നുണ്ട്. ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുന്നുണ്ട്. ഇതുപോലെ പല രാജ്യങ്ങളും ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിൽ അവർ തന്നെ വിളിച്ചു കൂട്ടിയ ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ്. ഈ ക്ലോസ് ഡോർ മീറ്റിംഗിൽ സംഭവിച്ച വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെതിരെ തന്നെയാണ് ഒരുപാട് ചോദ്യശരങ്ങൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ നിന്നും ഉന്നയിക്കപ്പെട്ടത്. അവർ ഇത്ര നാളും ചെയ്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പാകിസ്ഥാനെതിരെ നീണ്ടത്. അവർ വിളിച്ചു കൂട്ടിയ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ക്ലോസ് ഡോർ മീറ്റിംഗ് അവർക്ക് തന്നെ പാരയായി എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനിടയ്ക്ക് ഇന്ത്യ ചെയ്തിരിക്കുന്ന വേറൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ കുറേ നാളുകൊണ്ടേ ഞങ്ങൾ ഇന്ത്യയുടെ അത് ഹാക്ക് ചെയ്തു ഇത് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ സെക്യൂരിറ്റി ഹാക്കേഴ്സിനെ വെച്ചുകൊണ്ട് സൈബർ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ അഴിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇന്ത്യയുടെ ആംഡ് ഫോഴ്സിൻ്റെ സൈറ്റ് വരെ ബ്ലോക്ക് ചെയ്യാനുള്ള ചില സംവിധാനങ്ങളൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഇന്ത്യൻ ഹാക്കേഴ്സ് പാകിസ്ഥാനുള്ളിലുള്ള പോലീസ് സ്റ്റേഷൻ, സെക്യൂരിറ്റി ഓഫീസേഴ്സ്, അവരുടെ സ്കൂള്, കുട്ടികൾ അവിടെ പഠിക്കുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഹാക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ ഹാക്കേഴ്സ് ഒരിക്കൽ കൂടി പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആ രീതിയിലുള്ള തിരിച്ചടിയാണ് നമ്മൾ സൈബർ ലോകത്ത് കൊടുത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് തുർക്കിയിൽ നിന്നും ഒരു സൈബർ യൂണിറ്റ് ഇന്ത്യയുടെ പല വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളും കൂടി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ചില സൈറ്റുകളൊക്കെ അവർ ബ്ലോക്ക് ചെയ്തതായിട്ടും കൂടി വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യ ഒട്ടാകെ മോബ് ഡ്രിൽ നടക്കുകയാണ്. മോബ് ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോബ് ഡ്രില്ലാണ് ഇന്ത്യ ഒട്ടാകെ പല സ്ഥലങ്ങളിൽ 240-ലധികം സ്ഥലങ്ങളിലാണ് ഈ ഒരു മോബ് ഡ്രിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. 1971 യുദ്ധത്തിന് ഇതേപോലെ ഇന്ത്യ ഈ രീതിയിലുള്ള മോബ് ഡ്രിൽ, അപ്പോൾ അതുപോലത്തെ ഒരു മോബ് ഡ്രിൽ 1971 ശേഷം ഇപ്പോഴാണ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് ഇതൊരു ഒഫീഷ്യലായിട്ട് അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഒരു പ്രിപ്പയർഡ്നെസ് അലേർട്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത് മോബ് ഡ്രിൽ നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള അസാമിൽ ഒരു 43 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ 43 പേരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഈ ഒരു 43 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില കൾപ്രിറ്റുകൾ ഇന്ത്യക്കുള്ളിലുണ്ട്. ഈ രീതിയിലുള്ള വിഷജന്തുക്കളെ നമ്മൾ എത്രയും വേഗം കണ്ടെത്തി ഇതിനെയൊക്കെ പൂട്ടേണ്ടതാണ്. ഇത് പല രീതിയിലും ഇതേപോലെ ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിലും ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ആൻറ്റി ഇന്ത്യ, അതായത് ഇന്ത്യക്കെതിരെയുള്ള പോസ്റ്റ് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ചെങ്കിലും പൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വിധേനയും, അതായത് സോഷ്യൽ മീഡിയ വഴി ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, പബ്ലിക് പോസ്റ്റിംഗ് ആയിക്കോട്ടെ, ഏത് രീതിയിൽ ചെറിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾ ലീഗലി ഒഫൻസീവായിട്ട് കേസെടുത്ത് പൂട്ടാനുള്ള വകുപ്പാണ് ഇന്ത്യൻ ഗവൺമെൻറ് നോക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ബോർഡർ ഏരിയയിലുള്ള ഫാർമേഴ്സ്, അതിന് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ആ ബോർഡർ ഏരിയയിലുള്ള കൃഷിക്കാരെല്ലാം തന്നെ നിശ്ചിത ദൂരപരിധിയിൽ താമസിക്കുന്ന ആൾക്കാർ ഈ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ വിളവെടുപ്പുകളെല്ലാം പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ OIC കൗൺസിൽ, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ, അവരുടെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെക്കുറിച്ച് നടത്തിയ ചർച്ചയിൽ പാകിസ്ഥാൻ ചെയ്തത് തെറ്റാണെന്നും പാകിസ്ഥാനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പുറപ്പെടുവിച്ചിട്ടില്ല. അതിലുപരിയായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംയമനം പാലിക്കണം, യുദ്ധം പാടില്ല എന്നുള്ള രീതിയിലുള്ള ചില ഗിമ്മിക്ക് ഡയലോഗുകളാണ് അതിനകത്ത് അവർ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ പറഞ്ഞു വെച്ചതിൻ്റെ ആകെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തിനെയാണ് പിന്തുണയ്ക്കുന്നത് പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഓക്കെ, പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് രാജ്യമാണ്, അത്
അതുകൊണ്ട് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിലയിൽ അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതിലുപരിയായിട്ട് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഈ ഒരു OIC രാജ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ വീഡിയോയിലുള്ള ഒരു അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യണം. തുർക്കിക്ക് ഭൂചലനം വന്ന സമയത്ത്, തുർക്കിയിൽ ഭൂചലനം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഓപ്പറേഷൻ ദോസ്ത് നടപ്പിലാക്കിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ തുർക്കി ഇന്ന് ഇന്ത്യക്ക് നേരെ അഥവാ ഇന്ത്യക്കെതിരെ എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. ഇന്ന് ഇന്ത്യക്ക് ഒരു പുതിയ എനിമി കൂടി ഉണ്ടായിട്ടുണ്ട്. അത് തുർക്കിയാണ്, വേറെ ഒരു രാജ്യമല്ല, തുർക്കിയാണ്. പാകിസ്ഥാൻ കഴിഞ്ഞാൽ ചൈനയുണ്ട്, പാകിസ്ഥാൻ കഴിഞ്ഞാൽ തുർക്കിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ എനിമി ആയിട്ട് നമ്മൾ കരുതേണ്ടത്. ചൈന ഓൾ ഇൻ ഓൾ, ഇതിനെല്ലാം ആട്ടിപ്പടയ്ക്കുന്ന ചൈന, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ചൈന തലപ്പത്ത് ഒരു സൈഡിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. തുർക്കിയെ നമ്മൾ നമ്മുടെ അതർ എനിമി ആയിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ടതാണ്. ഈ ഒരു ഭൂചലനത്തിന് ശേഷം, ഈ ഓപ്പറേഷൻ ദോസ് നടത്തിയതിനു ശേഷം 25% ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഇസ്താൻബുൾ സന്ദർശിക്കുകയും ഒരുപാട് പേര്, അതായത് 3 ലക്ഷത്തിലധികം ആൾക്കാർ ഇസ്താൻബുൾ സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. 3 ലക്ഷത്തിലധികം ആൾക്കാർ, ഒരാൾക്ക് 1 ലക്ഷം രൂപ മിനിമം എക്സ്പെൻഡിച്ചർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഇന്ത്യൻ സിറ്റിസൺ അവിടെ സന്ദർശിക്കുമ്പോഴത്തേക്കും 1 ലക്ഷം രൂപ അവിടെ ചെലവാക്കുന്നുണ്ട് ഇസ്താൻബുളിൽ. അപ്പോൾ 3 ലക്ഷം പേരാണ് പോയത്. നിശ്ചിത തോതിലുള്ള നിങ്ങളൊരു സാധാരണ എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, എത്രയാണ് വരുന്നത്. ഈ രീതിയിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ തുർക്കിയെ പുഷ്ടിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. തുർക്കിക്ക് ടൂറിസ്റ്റുകളായിട്ട് പോകുന്നതിൽ ആ ഒരു പരിപാടിയിൽ നിന്നും ഇന്ത്യൻസ് തുർക്കിയെ ബോയ്ക്കോട്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. തുർക്കിയെ ബോയ്ക്കോട്ട് ചെയ്യണം. ഇന്ത്യൻസിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോയ്ക്കോട്ട് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കേണ്ട വിഷയം. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ട് എക്സ്പോർട്ട് നിർത്തിയതുകൊണ്ട് പാകിസ്ഥാന് 500 ബില്യണോളം നഷ്ടം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് റെക്കോർഡ് പറയുന്നത്. ഓൾറെഡി തന്നെ പാകിസ്ഥാൻ ആ ഒരു ഇമ്പാക്റ്റ് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിലുപരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനെതിരെ ഇന്ത്യ ചെലം റിവറിലുള്ള ആ ഒരു വെള്ളം നിർത്തി വെച്ചിരുന്നു. അതേപോലെ ചെനാബ് റിവറിലുള്ള വെള്ളം തന്നെ നിർത്തി വെച്ചിരുന്നു, തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ച ഇമ്മീഡിയറ്റ് ആയിട്ട് തുറന്നു വിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് വീണ്ടും അടച്ചു പൂട്ടിയ ഡാമും വീണ്ടും ഇന്ത്യ തുറന്നു വിട്ടിട്ടുണ്ട്. തുറന്നു വിട്ടപ്പോഴത്തേക്ക് വീണ്ടും ഇതേപോലെ പാകിസ്ഥാനിൽ ഫ്ലഡായി. അപ്പോൾ അവർ പരാതി പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യ ഇങ്ങനെ വെള്ളത്തിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചില പരാതികളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യ വെള്ളത്തിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം ഇന്ത്യ നടപ്പിലാക്കുന്ന ആ ഒരു രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്ക് ഇതിനകത്ത് ചില താല്പര്യങ്ങളുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാന്റെ ആർമിക്കുള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ്, ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സീനിയർ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇന്ത്യക്കുള്ളിൽ പ്രോക്സികളെ വെച്ച് യുദ്ധം നടത്തണം എന്നാണ് താല്പര്യം. പക്ഷേ ജൂനിയേഴ്സിന് ഇതിനകത്ത് താല്പര്യമില്ല. ഈ രണ്ട് കൂട്ടരും ചേർന്നിട്ട് ഈ വിഷയത്തിനെ ചൊല്ലിയാണ് തർക്കം നടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ജൂനിയർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ പേപ്പർ ഇട്ടിട്ടുണ്ട്. എന്താണ്? റെസിഗ്നേഷൻ പേപ്പർ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ പഹൽഗാം ആക്രമണം നടന്നതിനെ തുടർന്ന് മൊത്തത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുവരെ 2500-ലധികം ആർമി ഉദ്യോഗസ്ഥർ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. കാരണം ആ ജൂനിയർ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും ഈ പ്രോക്സികളെ പിന്തുണച്ച് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രോക്സികളെ താങ്ങി നിൽക്കേണ്ട ആവശ്യം? പ്രോക്സികളെ ഇങ്ങനെ മുൻനിരയിൽ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അവരെ എത്രമാത്രം ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനെ ചെറുത്ത് നിൽക്കാൻ കഴിയും എന്നാണ് അവർ ചോദിക്കുന്നത്. വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. യുവതലമുറയിൽപ്പെട്ട ആൾക്കാർക്കെങ്കിലും ഈ രീതിയിലുള്ള ചിന്താഗതികൾ വരുന്നത് നല്ലതാണ്. യമനിൽ ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ തകർപ്പൻ ആക്രമണം, അതായത് ബെൻ ഗുറിയൻ എയർപോർട്ടിലേക്ക് ഹൂത്തികൾ ആക്രമണം അഴിച്ചുവിട്ടതിനെ തുടർന്ന് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ വമ്പൻ ആക്രമണം. 30 എയർ സ്ട്രൈക്കാണ് നടത്തിയത്. 30 എയർ സ്ട്രൈക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം ഒരു മാപ്പ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് സന എയർപോർട്ട്, ഈ സന എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ ആ മാപ്പ് പുറത്തുവിട്ടത്. ഈ ഒരു എയർപോർട്ടിൽ 20 മിനിറ്റ് ടൈം കൊടുത്തു. 20 മിനിറ്റിനകത്ത് ഈ എയർപോർട്ടിലുള്ള ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോകണം. 20 മിനിറ്റ് കഴിയുമ്പോൾ 21 എന്ന് പറഞ്ഞൊരു മിനിറ്റ് ഉണ്ടെങ്കിൽ ഇസ്രായേൽ അവിടെ ആക്രമിക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പുറത്തിറക്കിയത്. അതോടുകൂടി 20 മിനിറ്റിൽ അവിടെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയെന്നും അതിനുശേഷം ഇസ്രായേൽ ആ ഒരു എയർപോർട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുകയാണ്. ഇനി ആ എയർപോർട്ട് ഉപയോഗശൂന്യമാണ് എന്നാണ് ഇപ്പോൾ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് യമന്റെ ഉള്ളിൽ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയത്. അപ്പൊ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യമനിൽ നടത്തിയ ആക്രമണത്തിലാണ് തുർക്കിയുടെ 2 ട്രാൻസ്പോർട്ട് ഷിപ്പുകളും കൂടി അടിച്ച് തകർത്ത് കളഞ്ഞത് ഇസ്രായേൽ. അത് ഇസ്രായേൽ ഇന്ത്യക്ക് വേണ്ടി ചെയ്തൊരു പരിപാടിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇന്ത്യയിലെ റായും മൊസാദും കൂടെ ഒരുമിച്ചാണ് ഇന്റലിജൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോർഡിനേഷനിലുള്ള ടൈമിലാണ് തുർക്കിയെക്കുറിച്ച് നല്ല രീതിയിലുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യങ്ങൾ മൊത്തം മൊസാദിന് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ആ തുർക്കിയുടെ 2 ഷിപ്പുകൾ അറ്റാക്ക് ചെയ്ത് കളഞ്ഞത്.
ഞാൻ കാണിക്കുന്ന ഒരു മാപ്പ് കണ്ടോ, ഈ മാപ്പാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഒരു ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സീസ് ഫയർ വയലേഷൻ നടക്കുന്നതും, അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ മാർക്ക് ചെയ്തിരിക്കുന്ന വയലറ്റ് കളർ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഏരിയയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്രണ്ടേഷൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കൺഫ്രണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ. ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളൊരിക്കലും അങ്ങോട്ട് സീസ് ഫയർ വയലേഷൻ നടത്തിയതല്ല, പാകിസ്ഥാനാണ് എപ്പോഴും നടത്തുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ സീസ് ഫയർ വയലേഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ എപ്പോഴും റിറ്റാലിയേഷനാണ് ചെയ്യുന്നത്. ഈ റാവൽകോട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത്, ഈ മാപ്പിൽ കാണിക്കുന്ന ഈ റാവൽകോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് 90 യൂണിറ്റ് ആംഡ് ട്രൂപ്സിനെ പാകിസ്ഥാൻ കൊണ്ട് വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ തന്നെയാണ്. അതായത് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്നുണ്ട്, പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ട്രൂപ്സിനെ വിന്യസിക്കുന്നുണ്ട്. ഇതെല്ലാം അവർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സൈഡിൽ ഈ POK ഭാഗത്ത് എങ്ങനെ അവർക്ക് ചെറുത്ത് നിൽക്കാം എന്ന രീതിയിലാണ് അവരുടെ ഫോക്കസ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇന്ത്യ വേറൊരു തകർപ്പൻ പണി ചെയ്യുന്നുണ്ട്. ആ പണി എന്താണെന്ന് വെച്ചാൽ, അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ പോയി സംസാരിച്ചത് വേറെ ഒന്നുമല്ല. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു പക്ഷേ വരികയാണെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ബേസ് ഇന്ത്യക്ക് ഉപയോഗിക്കാനാണ് ഇന്ത്യ പോയി അഫ്ഗാനിസ്ഥാനിൽ ചർച്ച നടത്തിയത്. അതുകൂടാഞ്ഞിട്ട് ഇന്ത്യക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഇന്ത്യ നോക്കുന്നത് തജിക്കിസ്ഥാനിൽ ഇന്ത്യക്ക് ബേസ് ഉണ്ട്. തജിക്കിസ്ഥാൻ ബേസ് യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ അതർ സൈഡിൽ, അതായത് പാകിസ്ഥാന്റെ ആർമി ഏറ്റവും കൂടുതൽ ഈ ഒരു സൈഡിൽ, ഈ ഒരു POK ഭാഗത്ത് ഫോക്കസ് ചെയ്ത് ഇന്ത്യയെ കശ്മീർ സൈഡിൽ വരിഞ്ഞു മുറുക്കാൻ, ഈ ഒരു സൈഡിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ ഡിഫൻസ് ഫോഴ്സ് മൊത്തം ഇവിടെ കൊണ്ട് അണിനിരത്തുമ്പോൾ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അതർ സൈഡിൽ നിന്ന് വരണം എന്നാണ്. അപ്പോൾ ഇന്ത്യ അതർ സൈഡിൽ, മറ്റൊരു സൈഡിൽ നിന്നും ഇന്ത്യ ഏത് രീതിയിൽ പാകിസ്ഥാനെ തിരിച്ചടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം ആ ഒരു ഭാഗത്ത് ഇവരുടെ റഡാർ സിഗ്നലും കാര്യങ്ങളെല്ലാം കുറച്ച് വീക്കാണ്. കാരണം ഇവർ ഈ സൈഡിലാണ്, ഇന്ത്യയുടെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ഫോക്കസ് ഇപ്പം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇതിനെ വേറൊരു സൈഡിൽ നിന്ന്, അത് അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്നും തജിക്കിസ്ഥാൻ സൈഡിൽ നിന്നൊക്കെ ഇന്ത്യ നോക്കുന്നുണ്ട് മാർഗങ്ങൾ. അപ്പം അതുകൊണ്ട് ഇന്ത്യ യുദ്ധം തുടങ്ങുന്നെങ്കിൽ പാകിസ്ഥാന് കൊടുക്കേണ്ട അടി നല്ല രീതിയിൽ തന്നെ കൊടുക്കും. ആ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ അടുത്ത് പക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. 28,000 ഘന അടി വെള്ളമാണ് ചെനാബ് റിവറിൽ നിന്നും ഇന്ത്യ ഇന്ന് തുറന്നുവിട്ടത്. അത് തുറന്നുവിട്ടതോടുകൂടി പാകിസ്ഥാന്റെ ഉള്ളിൽ നല്ല ഫ്ലഡാണ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മുങ്ങിക്കിടക്കണം, ആ അവസ്ഥയാണ്. കാരണം ഈ റിവർ പോകുന്നത് ശരിക്കും ഈ ഒരു POK ഭാഗത്തോടു കൂടി ചേർന്ന് കിടക്കുന്ന ഈ ആർമിയൊക്കെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഇത് കടന്നു പോയത്. അപ്പോൾ ആ സൈഡിൽ തന്നെ അവർക്ക് ഈ ഒരു ഇന്ത്യക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്താൻ, അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് നടത്താനുള്ള ആ ഒരു ഏരിയ മൊത്തത്തിലാണ് ഇതങ്ങ് അടിച്ചൊഴുകി അങ്ങ് പോകുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ BLA, തെഹ്രീക്ക് താലിബാൻ, ഈ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഏതാണ്ട് 90 പട്ടാളക്കാരെ വധിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇതിൽ 10 പേരെ വധിച്ചത് തെഹ്രീക്ക് താലിബാനും 80 പേരെ വധിച്ചത് BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ രീതിയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ കാര്യങ്ങൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും സമഗ്രമായ കുറേ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. വീണ്ടും കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.